എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് +2 ഓർഗാനിക് കെമിസ്ട്രിയിലെ അമീൻസ് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടുകളുടെ ചില കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രൈമറി അമീന്റെ റിയാക്ഷൻ ആണ്. ആ പ്രൈമറി അമീന്റെ കൂടെ ഒരു CHCl3 പങ്കെടുക്കുന്നുണ്ട്. ആ CHCl3 എന്ന കോമ്പൗണ്ട് നമ്മൾ നേരത്തെ റെയ്മർ ടീമൻ റിയാക്ഷനകത്ത് കണ്ടിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിന്റെ പേര് അറിയാം. ഇത് ക്ലോറോഫോം ആണ്. കൂടെ ആൽക്കഹോളിക് KOH ആഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങോട്ട് എഴുതി നോക്കാം. RNH2 പ്രൈമറി അമീൻ മാത്രം, കൂടെ ക്ലോറോഫോം CHCl3, ഇനി KOHന്റെ ഒരു 3 മോളിക്യൂൾ പങ്കെടുക്കും. അപ്പോൾ ബൈ പ്രോഡക്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. അവിടെ KCl എന്നറിയപ്പെടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർ എന്നറിയപ്പെടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവാം. പക്ഷെ അതിലൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇതിനകത്തുള്ള മെയിൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് മനസ്സിലാക്കണം. അത് ഇത്രയേ ഉള്ളൂ. അത് RNC ആണ്. RNC ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ RCN എന്ന കോമ്പൗണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആദ്യമായി RNC എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം RCN ആണെങ്കിൽ അത് ആൽക്കൈൽ സയനൈഡ് അല്ലെങ്കിൽ ആൽക്കേൻ നൈട്രൽ ആണെങ്കിൽ ഈ എഴുതിക്കുന്ന RNCയുടെ പ്രത്യേകത ഇത് ആൽക്കൈൽ ഐസോസൈനൈഡ് ആണ്, അല്ലെങ്കിൽ അത് ആൽക്കൈൽ കാർബൈൽ അമീൻ ആണ്. ആൽക്കൈൽ ഐസോസൈനൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ കാർബൈൽ അമീൻ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്ന് പൂർത്തിയാക്കാം. ഇവിടെ ഒരു RNC പ്ലസ് KCl പ്ലസ് H2O. RNC അറിയപ്പെടുന്ന പേര് ഞാൻ പറഞ്ഞു. അത് ആൽക്കൈൽ ഐസോസയനൈഡ് എന്നോ അല്ലെങ്കിൽ ആൽക്കൈൽ കാർബൈൽ അമീൻ എന്നോ പറയാം. അമീൻ. ഓക്കെ, നമ്മൾ ഒരു എക്സാമ്പിൾ, ഒരു പ്രൈമറി അമീൻ ഒരു എക്സാമ്പിൾ ചെയ്താൽ CH3NH2 പ്ലസ് CHCl3 പ്ലസ് KOH എന്ന് എഴുതിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. CH3NH2 CHCl3 പിന്നെ KOH. നേരത്തെ പറഞ്ഞതുപോലെ KClഉം വാട്ടറും പോയി ബാക്കി കിട്ടുന്ന കോമ്പൗണ്ടിന്റെ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. CH3NC, CH3Cl അല്ല, CH3NC പ്ലസ് KCl പ്ലസ് H2O. ഈ എഴുതിയതുപോലെ എഴുതിയാൽ ആൽക്കൈൽ ഐസോസൈനൈഡ് എന്നൊരു പേര് ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് മീഥൈൽ ഐസോസൈനൈഡ് എന്നോ അല്ലെങ്കിൽ മീഥൈൽ കാർബൈൽ അമീൻ എന്നോ നമുക്ക് പറയാം. സോ മീഥൈൽ ഐസോസൈനൈഡ്. ഇതേ റിയാക്ഷൻ അനിലീൻ എന്നറിയപ്പെടുന്ന അരോമാറ്റിക് പ്രൈമറി അമീൻ വെച്ച് ആവർത്തിച്ചാൽ അനിലീൻ പ്ലസ് CHCl3 പ്ലസ് KOH ആൽക്കഹോളിക് KOH. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇങ്ങോട്ട് മാറ്റി എഴുതി നോക്കാം. C6H5NH2 പ്ലസ് ക്ലോറോഫോം CHCl3. സോ അവിടെ കിട്ടുന്ന കോമ്പൗണ്ട് ഫോർമുല ഇത്രയേ ഉള്ളൂ. C6H5NC ആണ്. C6H5NC ആണ് പ്ലസ് KCl പ്ലസ് H2O. അതായത് നമ്മൾ വിളിക്കുന്ന പേര് C6H6 ആണെങ്കിൽ ബെൻസീൻ ആണ്, ശരിയാണ്. അതേസമയം C6H5 ആണെങ്കിൽ അത് ഫിനൈൽ ഗ്രൂപ്പാണ്, PHENYL. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്ന പേര് ഫിനൈൽ ഐസോസൈനൈഡ് എന്ന് പറയാം. ഫിനൈൽ ഐസോസൈനൈഡ് അല്ലെങ്കിൽ ഫിനൈൽ കാർബൈൽ അമീൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അനിലിൻ എന്ന കോമ്പൗണ്ടിന്റെ കൂടെ ക്ലോറോഫോം ആൽക്കഹോളിക് KOH ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അത് ഫിനൈൽ ഐസോസൈനൈഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ, ഒരു കോമ്പൗണ്ടിന്റെ കൂടെ ക്ലോറോഫോം KOH ആഡ് ചെയ്യുന്ന സമയത്ത് ഫിനൈൽ ഐസോസൈനൈഡ് കിട്ടുന്നുണ്ട് എങ്കിൽ ആ ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അത് അനിലീൻ ആണ്. അപ്പൊ ഈ റിയാക്ഷന്റെ പ്രത്യേകത, ഈ റിയാക്ഷൻ വിളിക്കുന്ന പേര്, ഇതൊരു നെയിം റിയാക്ഷൻ ആണ്. ഇത് അറിയപ്പെടുന്ന പേര് ഹോഫ്മാൻ കാർബൈൽ അമീൻ റിയാക്ഷൻ. അപ്പോ കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് ചോദിച്ചാലോ ഹോഫ്മാൻ കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ ഈ റിയാക്ഷൻ ആണ് നമുക്ക് ഓർമ്മ വരണം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ബ്രോമോമൈഡ് റിയാക്ഷൻ ആണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രൈമറി അമീൻ റിയാക്ഷൻ ആണ്. അത് ഹോഫ്മാൻ കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹോഫ്മാൻ കാർബൈൽ അമീൻ റിയാക്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒരു പ്രൈമറി അമീൻ മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ.
primary amine reacts with chloroform and alcoholic AOH to form alkyl isocyanide or alkyl carbylamine. This reaction is called Hoffman-Carbylamine reaction എന്ന് പറയാം. ഇനി ഇതേ കാര്യങ്ങൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് ആവർത്തിക്കാം. മെത്തനാമിൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് മീഥൈൽ ഐസോസൈനൈഡും അതേസമയം അനിലൈൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഫിനൈൽ ഐസോസൈനൈഡും ഉണ്ടാവുന്നു എന്ന് പറയണം. അത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇനി മറ്റൊരു പ്രത്യേകത, ഈ റിയാക്ഷന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഉണ്ടായ ഫിനൈൽ ആൽക്കൈൽ ഐസോസൈനൈഡിന്റെ പ്രത്യേകത അതൊരു ഫൗൾ സ്മെല്ലിംഗ് ഗ്യാസ് ആണ്. ഫൗൾ സ്മെല്ലിംഗ് ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് സ്മെല്ലുള്ള ഒരു ഗ്യാസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ ആൽക്കൈൽ ഐസോസൈനൈഡ് പ്രൊഡ്യൂസ് ചെയ്താൽ അവിടെ ഒരു ഇറിറ്റേറ്റിംഗ് സ്മെൽ ഉണ്ടാവും. ഇനി ആൽക്കൈൽ ഐസോസൈനൈഡ് ഫോം ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് പ്രൈമറി അമീന് മാത്രമേ ഈ റിയാക്ഷൻ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്മെൽ നമുക്കൊരു ടെസ്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഓർമ്മിച്ചോണം. അപ്പൊ അതുകൊണ്ട് ഈ റിയാക്ഷൻ നമുക്ക് പ്രൈമറി അമീനെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കാം. അതായത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ കൂടെ ക്ലോറോഫോമും ആൽക്കഹോളിക് AOH ആഡ് ചെയ്യുന്ന സമയത്ത് ഫൗൾ സ്മെല്ലിംഗ് ആൽക്കൈൽ അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് സ്മെല്ലിംഗ് ആൽക്കൈൽ ഐസോസൈനൈഡ് ഫോം ചെയ്താൽ തന്നിരിക്കുന്ന അമീൻ പ്രൈമറി അമീൻ ആണെന്ന് മനസ്സിലാക്കുക. കാരണം ഹോഫ്മാൻ കാർബൈലമിൻ റിയാക്ഷൻ പ്രൈമറി അമീൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. നമ്മൾ ആദ്യമായി സംസാരിച്ചത് ഇത്രയേ ഉള്ളൂ. ഹോഫ്മാൻ കാർബൈലമിൻ റിയാക്ഷൻ എന്നൊരു റിയാക്ഷൻ പറഞ്ഞു. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. എ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീനും ടെർഷ്യറി അമീനും റിയാക്ഷൻ ഇല്ല. എ പ്രൈമറി അമീൻ റിയാക്ട്സ് വിത്ത് ക്ലോറോഫോം ആൻഡ് alcoholic AOH to form foul-smelling alkyl isocyanide. This reaction can be used as a test to distinguish primary amine എന്ന് ഓർമ്മിച്ചോണം. അപ്പോൾ ഇത് നമുക്ക് അലിഫാറ്റിക് പ്രൈമറി അമൈൻ ചെയ്യാം, അരോമാറ്റിക് പ്രൈമറി അമൈൻ ചെയ്യാം. ഇനി എക്സാമ്പിൾസ് വെച്ചും നിങ്ങളുടെ ഇക്വേഷൻ ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതുക, ഇനി ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൈമറി അമൈൻ്റെ ടെസ്റ്റ്, നേരത്തെ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമൈൻ്റെ ടെസ്റ്റ് നമുക്കറിയാം, അത് ഹിൻസ്ബർഗ് ടെസ്റ്റ് ആണ്. ഇനി ഈ പ്രൈമറി അമൈനെ മാത്രം തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഈ ഹോഫ്മാൻ കാർബൈലമിൻ റിയാക്ഷൻ ഉപയോഗിക്കാമെന്ന് ഓർമ്മിച്ചു വേണം. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി മനസ്സിലായെന്ന് കരുതുന്നു. രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നത് അറോമാറ്റിക് പ്രൈമറി അമീനായ അനിലിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഈ അനിലിന്റെ പ്രത്യേകത, അനിലിനും നൈട്രജന്റെ ഇലക്ട്രോൺ പെയർ ഉള്ളത് കൊണ്ട് തന്നെ അനിലീനും ഓർത്തോ പാര ഓറിയന്റിംഗ് ഗ്രൂപ്പാണ്. നമ്മൾ ആദ്യം പണ്ട് പഠിച്ചിട്ടുള്ള ഫ്ലോറോബെൻസീൻ ഓർത്തോ പാര ഓറിയന്റിംഗ് ഗ്രൂപ്പാണെന്ന് റെസൊണൻസ് വരച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് പറഞ്ഞ ഫിനോളും അതുപോലെ തന്നെ ഓർത്തോ പാര ഓറിയന്റിംഗ് ഗ്രൂപ്പാണ്. പിന്നീട് മനസ്സിലാക്കിയിരിക്കുന്ന അനീസോൾ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടും ഓർത്തോ പാര ഓറിയന്റിംഗ് ഗ്രൂപ്പാണ്. അതായത് ഈ കോമ്പൗണ്ടിലെല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ ഓർത്തോയിലും പാരയിലും വരണം. അതേസമയം ബെൻസാൽഡികളിലും ബെൻസോയിക് ആസിഡിലും മെറ്റയിലാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കേണ്ടതെന്ന് അറിയാം. വീണ്ടും അനിലിലേക്ക് വന്നാൽ നമുക്ക് അനിലിനും ഓർത്തോ പാര ഓറിയന്റിംഗ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രേറ്റ് അവേ നമുക്ക് നൈട്രേഷൻ ചെയ്യാം. അപ്പൊ അനിലിനെ നമ്മൾ നൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് അനിലിൻ എന്ന കോമ്പൗണ്ട് എഴുതി NH2. നൈട്രേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്കറിയാം, കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഓർത്തോ പാര ഓറിയന്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു NO2 വരുന്ന ഓർത്തോ നൈട്രോ അനിലീനും ഇവിടെ NO2 വരുന്ന ഒരു പാരാ നൈട്രോ അനിലീനും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ അനിലീൻ എന്ന കോമ്പൗണ്ടിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനായി നൈട്രേഷൻ നമ്മൾ പറഞ്ഞു. അനിലീൻ ഓൺ നൈട്രേഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ടു ഫോം ഓർത്തോ നൈട്രോ അനിലീൻ ആൻഡ് പാരാ നൈട്രോ അനിലീൻ. ഇനി നമുക്ക് അടുത്ത ഈ റിയാക്ഷന്റെ പ്രത്യേകത, ഈ കിട്ടിയ പ്രോഡക്റ്റിന്റെ പെർസെന്റേജ് എന്ന് പരിശോധിക്കുന്ന സമയത്ത് ഈ പാരാ നൈട്രോ അനിലീന്റെ പെർസെന്റേജ് 51% ആണ്. അപ്പൊ അതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓർത്തോയും പാരയും വന്ന മേജർ പ്രോഡക്റ്റ് കിട്ടുന്നത് എപ്പോഴും പാരയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 51% പാര ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓർത്തോ ഒരു 49% വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട്, നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് അത് വെറും 2% മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ വളരെ കുറവാണെന്ന് മാത്രമല്ല വലിയൊരു പെർസെന്റേജ് പ്രോഡക്റ്റ് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയിരിക്കുന്ന 47% പ്രോഡക്റ്റ് കാണാനില്ല. എങ്കിൽ ആ 47% ഏതാണെന്ന് അന്വേഷിക്കുന്ന സമയത്ത്
വീണ്ടും നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് ആ കിട്ടുന്ന പ്രോഡക്റ്റ് NH2 ഇവിടെ NO2 വരുന്ന ഒരു മെറ്റാ നൈട്രോ അനിലിനാണെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന 2% നമുക്ക് അവഗണിക്കാം, ഇതിന് ഇല്ലാന്ന് വേണമെങ്കിലും പറയാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അനിലിന്റെ നൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഓർമ്മിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ സാധാരണ വിചാരിച്ചതുപോലെയല്ല. അനിലീൻ ഓൺ നൈട്രേഷൻ വിത്ത് കോൺസെൻട്രേറ്റ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റ് H2SO4 ടു ഫോം, ഇത് നമുക്ക് ഇല്ലാന്ന് തന്നെ പറയാം, ടു ഫോം പാരാ നൈട്രോ അനിലിൻ ആൻഡ് മെറ്റാ നൈട്രോ അനിലിൻ ആണ്. സോ അനിലിന്റെ പ്രത്യേകത, അനിലിൻ എന്നുള്ളത് ഒരു മെറ്റാ പാരാ ഓറിയന്റിംഗ് ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഫ്ലോറോബെൻസീൻ എന്നുള്ളത് ഓർത്തോ പാരാ ഓറിയന്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഫിനോൾ എന്നുള്ളതും ഓർത്തോ പാരാ ഓറിയന്റിംഗ് ഗ്രൂപ്പ് ആയിരുന്നു. അനീസോൾ എന്നറിയപ്പെടുന്ന ഈത്തർ അത് ഓർത്തോ പാരാ ഓറിയന്റിംഗ് ഗ്രൂപ്പ് ആയിരുന്നു. അതേസമയം ബെൻസാൾഡിഹൈഡ്, ബെൻസോയിക് ആസിഡ് മെറ്റാ ഓറിയന്റിംഗ് ആണ്. പക്ഷെ അനിലിനിലേക്ക് വരുന്ന സമയത്ത് അത് മെറ്റാ പാരാ ഓറിയന്റിംഗ് എന്ന രീതിയിൽ വരികയാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അപ്പൊ സ്ട്രൈറ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ, നൈട്രേഷൻ ഓഫ് അനിലിൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ അനിലിന്റെ പ്രത്യേകത, അനിലിന് നൈട്രജൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അതൊരു ലൂയിസ് ബേസ് ആണ്. ഈ ലൂയിസ് ബേസിന്റെ പ്രത്യേകത, ഈ കാണുന്ന സ്ട്രോങ് ആസിഡുകൾ, 2 സ്ട്രോങ് ആസിഡുകൾ HNO3, H2SO4, ഈ പറഞ്ഞിരിക്കുന്ന 2 സ്ട്രോങ് ആസിഡുകളും ഈ അനിലിലേക്ക് പ്രോട്ടോണേഷൻ നടത്തുന്നുണ്ട്. സോ ഇങ്ങനെ NH2 അതിലേക്ക് ഈ 2 സ്ട്രോങ് ആസിഡുകൾ പ്രോട്ടോണേഷൻ നടത്തിയിട്ട് ഇങ്ങനെ ഫോം ചെയ്യാം NH3+ എന്നറിയപ്പെടുന്ന അനിലീനിയം കാറ്റയോൺ അല്ലെങ്കിൽ അയോൺ ഫോം ചെയ്യുന്നു. അപ്പൊ നമുക്ക് അനിലീനിയം അയോണിനെ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട് അവിടെ പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇലക്ട്രോൺ അങ്ങോട്ടാണ് ചെല്ലേണ്ടത്. ഇലക്ട്രോൺ അങ്ങോട്ട് ചെല്ലുക എന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ മെറ്റാ പൊസിഷനിലാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കേണ്ടതെന്ന് പറയണം. ഓക്കെ, അപ്പൊ ഈ വാക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അനിലീനിയം അയോൺ എന്നൊരു വാക്ക് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യന്റെ പാറ്റേൺ നമുക്ക് നോക്കാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യത്തെ നൈട്രേഷൻ ഓർമ്മ വരണം. നൈട്രേഷൻ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം, അനിലീൻ ഓൺ നൈട്രേഷൻ വിത്ത് കോൺസെൻട്രേറ്റ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റ് H2SO4 ടു ഫോം, ഇല്ലാന്ന് പറയാം. പിന്നെ പാരാ നൈട്രോ അനിലീൻ ആൻഡ് മെറ്റാ നൈട്രോ അനിലീൻ എന്ന് പറയണം. അത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ. ഇനി അതിനുശേഷം എന്തുകൊണ്ട് മെറ്റയില് പ്രോഡക്റ്റ് വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് വെച്ചാൽ പിന്നെ അനിലീന്റെ പ്രത്യേകത, അനിലീൻ ലൂയിസ് ബേസ് ആണ്. അത് 2 സ്ട്രോങ് ആസിഡുകളുടെ പ്രസൻസിൽ പ്രോട്ടണേഷൻ നടന്നിട്ട് അത് അനിലീനിയം അയോൺ, ഈ വാക്ക് പ്രധാനപ്പെട്ടതാണ്, അനിലീനിയം അയോൺ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു മെറ്റാ ഓറിയന്റിംഗ് ആണ്. അതുകൊണ്ടാണ് മെറ്റയിൽ പ്രോഡക്റ്റ് കിട്ടുന്നതെന്ന് പറയാം. ഓക്കെ, ഒന്നാമത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനായ നൈട്രേഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഹാലജനേഷൻ എന്ന കാറ്റഗറിയിൽ ബ്രോമിനേഷൻ ആണ്. അപ്പൊ അതിനുവേണ്ടി ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് NH2, ഇവിടെ ഒരു Br, ഇവിടെ ഒരു Br ആണ്. ഇതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. സോ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേര് 246 ട്രൈ ബ്രോമോ അനിലിൻ എന്ന് പറയണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയ ബ്രോമിനേഷൻ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, അനിലീൻ ഓൺ ബ്രോമിനേഷൻ വിത്ത് ബ്രോമിൻ വാട്ടർ ടു ഫോം എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് 246 ട്രൈ ബ്രോമോ അനിലിൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇന്ന് നമ്മൾ ഇതുവരെ പഠിച്ചത്, ആദ്യം പറഞ്ഞത് ഹോഫ്മാൻ കാർബൈലം റിയാക്ഷൻ ആണ്. അത് പ്രൈമറി എമിറ്റർ റിയാക്ഷൻ ആണ്. പ്രൈമറി എമിറ്റർ ടെസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഹെഡിങ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനകത്ത്, അതിനകത്ത് ഒരെണ്ണം പഠിച്ചു നൈട്രേഷൻ, രണ്ടാമത്തെ ബ്രോമിനേഷൻ പഠിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തത് സൾഫോണേഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മൂന്നാമത്തെ സൾഫോണേഷൻ. സൾഫോണേഷൻ നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലെ മേജർ പ്രോഡക്റ്റ് മാത്രം നോക്കാം. നമുക്കറിയാം ഓർത്തോയിലും പാരയിലും വന്ന മേജർ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അത് പാരയിൽ വരുന്നതാണ്. പാരയിൽ SO3H ഗ്രൂപ്പ് വരുന്ന സൾഫാനിലിക് ആസിഡ് എന്ന കോമ്പൗണ്ട് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഈ സൾഫാനിലിക് ആസിഡിന്റെ പ്രത്യേകത, സൾഫാനിലിക് ആസിഡ് ഈ ഭാഗം H+ ലിബറേറ്റ് ചെയ്യുന്നു. അത് SO3- ആയിട്ട് മാറുന്നു. അതേസമയം ഈ ഭാഗം ഒരു H+ സ്വീകരിച്ചിട്ട് NH3+ ആയി മാറുന്നു. ഇങ്ങനെ ഒരു അയോണിന്റെ തന്നെ രണ്ട് സൈഡിൽ രണ്ട് ഓപ്പോസിറ്റ് ചാർജ് വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്വിക്റ്റർ അയോൺ എന്ന് പറയണം. ഓക്കെ, അപ്പോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അനിലിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നൈട്രേഷൻ പറഞ്ഞു.
ബ്രോമിനേഷൻ പറഞ്ഞു, ഇപ്പൊ ഇതാ സൾഫോണേഷൻ പറഞ്ഞു. സൾഫോണേഷനിലൂടെ കിട്ടുന്ന പ്രോഡക്റ്റ് സൾഫാനിലിക് ആസിഡ് ആണ്. ഈ സൾഫാനിലിക് ആസിഡിന്റെ പ്രത്യേകത അത് സ്വിറ്റർ അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയണം. ഓക്കെ, പിന്നെ അവശേഷിക്കുന്നത് ഫെഡൽക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. ഫെഡൽക്രാഫ്റ്റ് റിയാക്ഷൻ ഉപയോഗിക്കുന്ന CH3Cl ഉം ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ CH3 ഗ്രൂപ്പുകൾ ഇവിടെ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവിടെ റിയാക്ഷൻ നടക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ അനിലീന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, അത് ലൂയിസ് ബേസ് ആണ്. ഇത് ബേസ് ആണ്. അതേസമയം ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് എന്നുള്ളത് ലൂയിസ് ആസിഡ് ആണ്. അപ്പൊ ഈ ലൂയിസ് ആസിഡും ലൂയിസ് ബേസും കൂടെ പരസ്പരം കാണുന്ന സമയത്ത്, ആസിഡ് ബേസും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോഫൈലുകൾ അവിടെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഓർമ്മിച്ചോണം. സോ അതൊരു ചോദ്യമാണ്. അനിലീൻ ഫെഡൽക്രാഫ്റ്റ് റിയാക്ഷൻ തരുന്നില്ല എന്ന് പറയണം. എന്തുകൊണ്ട് അനിലീൻ ഫെഡൽക്രാഫ്റ്റ് റിയാക്ഷൻ തരുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അനിലീൻ എന്നുള്ളത് ഒരു ലൂയിസ് ബേസ് ആണ്. അത് ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആയ ലൂയിസ് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫൈലിന്റെ ജനറേഷൻ കഴിയുന്നില്ല എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞത് ഹോഫ്മാൻ കാർബൈലം റിയാക്ഷൻ, അത് പഠിച്ചു, അത് ടെസ്റ്റ് ആണ്. രണ്ടാമത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞു, അത് നൈട്രേഷൻ ഓർമ്മിച്ചു. ബ്രോമിനേഷൻ അറിയാം, അതുപോലെ സൾഫോണേഷൻ അറിയാം. സൾഫോണേഷനിലൂടെ സൾഫാനിലിക് ആസിഡും സ്വിറ്റർ അയോണിന്റെ കാര്യം പറയണം. ഇപ്പൊ ഇതാ ഫെഡൽക്രാഫ്റ്റ് റിയാക്ഷൻ അനിലീൻ നടത്താൻ കഴിയുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ അത് മനസ്സിലായി, അനിലീൻ ലൂയിസ് ബേസ് ആണ്. അത് ലൂയിസ് ആസിഡ് ആയ ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് കമ്പൈൻ ചെയ്തിട്ട് സോൾട്ട് ഫോം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫെഡൽക്രാഫ്റ്റ് റിയാക്ഷൻ നടത്താൻ കഴിയുന്നില്ല എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് അവശേഷിക്കുന്ന ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ. അതിലൊരു റിയാക്ഷൻ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന്റെ ആണ്. ഇത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. ഇതിന്റെ കൂടെ നമ്മൾ അനിലീൻ ചേർത്താൽ നമുക്ക് ഈ പാരാ പൊസിഷനിൽ നിന്ന് ഒരു എച്ചും, എല്ലായിടത്തും എച്ച് ഉണ്ട്, അതിൽ നിന്ന് പാരാ പൊസിഷനിൽ എച്ചും ഈ CL കൂടെ HCl പുറത്തു പോയിട്ട് ബാക്കി ഇങ്ങനെ ഒരു കോമ്പൗണ്ട്. ഈ N2 നമ്മൾ N ഡബിൾ ബോണ്ട് എന്ന് എഴുതി. ഇതുവരെയായി. NH2. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് അനിലീൻ ടു ഫോം ഈ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ഈ കോമ്പൗണ്ട് ഇത്രയും ഗ്രൂപ്പ് മാത്രമാണെങ്കിൽ നമ്മൾ വിളിക്കുന്നത് അസോബെൻസീൻ എന്നാണ്. ഇത്രയും മാത്രമാണെങ്കിൽ ആ അസോബെൻസീനില് നാലാമത്തെ കാർബണില് അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ അമിനോ ഉണ്ട്. സോ നാലാമത്തെ പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് വരുന്ന അമീനോ അസോബെൻസീൻ ആണ്, അല്ലെങ്കിൽ പാരാ അമീനോ അസോബെൻസീൻ ആണെന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അനിലീനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പാരാ അമീനോ അസോബെൻസീൻ ഉണ്ടാകുന്ന ഈ റിയാക്ഷനെ വിളിക്കേണ്ട പേര് കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയണം. കപ്ലിംഗ് റിയാക്ഷൻ. ഈ കപ്ലിംഗ് റിയാക്ഷൻ അനിലീന് പകരം ഫിനോൾ വെച്ച് നമുക്ക് ആവർത്തിക്കാം. അതായത് ഇതിന് പകരം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അതുപോലെ എഴുതി, കൂടെ അനിലീന് പകരം ഫിനോൾ എഴുതി, എങ്കിൽ ഇതുപോലെ ഈ പാരയിൽ നിന്ന് എച്ചും ഇവിടെ നിന്ന് CL പോയിട്ട് ബാക്കി കിട്ടുന്ന കോമ്പൗണ്ട് N ഡബിൾ ബോണ്ട് N OH എന്ന് പറയണം. അപ്പൊ ആ പൊസിഷനിൽ പാരയിൽ അമിനോ ഗ്രൂപ്പിന് പകരം ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കോമ്പൗണ്ടിനെ വിളിക്കേണ്ട പേര് പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ എന്ന് പറയണം. ഓക്കെ, അപ്പൊ കപ്ലിംഗ് റിയാക്ഷൻ രണ്ടെണ്ണം. കപ്ലിംഗ് റിയാക്ഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇങ്ങനെ പറയാം. ഒന്ന് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് അനിലീൻ ടു ഫോം പാരാ അമിനോ അസോബെൻസീൻ. രണ്ടാമത്തത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് ഫിനോൾ ടു ഫോം പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ. ഈ രണ്ട് റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്ലിംഗ് റിയാക്ഷൻ എന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യം ഹോഫ്മാൻ കാർബൈലം റിയാക്ഷൻ പറഞ്ഞു, പ്രൈമറി എമിറ്റർ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അനിലീന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ സംസാരിച്ചു. അതിനകത്ത് നൈട്രേഷന്റെ പ്രത്യേകതയുണ്ട്, മെറ്റാ പാരയാണ്. പിന്നെ അതിന് കാരണം അനിലീനിയം കാറ്റയോൺ സംസാരിച്ചു. പിന്നെ അതിനുശേഷം ബ്രോമിനേഷൻ നടക്കുന്ന സമയത്ത് ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ട് 2,4,6 ട്രൈബ്രോമോഫിനോൾ. പിന്നെ സൾഫോണേഷൻ നടത്തുന്ന സമയത്ത് സൾഫാനിലിക് ആസിഡ് സ്വിറ്റർ അയോൺ. പിന്നെ അതിനുശേഷം ഫെഡൽക്രാഫ്റ്റ് റിയാക്ഷൻ നടത്താൻ പറ്റുന്നില്ല, അതിന്റെ കാരണം പറഞ്ഞു. ഇപ്പൊ ഇതാ കപ്ലിംഗ് റിയാക്ഷനെ പറ്റിയും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം,
പാരാ നൈട്രോ അനിലിൻ മാത്രം നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് ചോദിച്ചാൽ, അതായത് നേരത്തെ നൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് പാരയിലും മെറ്റയിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ മെറ്റയിൽ വരാതെ പാരാ നൈട്രോ അനിലിൻ മാത്രം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അത് അനിലിന്റെ കൂടെ അസറ്റിക് അൻഹൈഡ്രേറ്റ് CH3CO twice O ആഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് റിയാക്ഷൻ. NH2 അസറ്റിക് അൻഹൈഡ്രേറ്റ് ഇങ്ങനെ ഫോർമുല CH3CO CH3 ആഡ് ചെയ്യുന്ന സമയത്ത് ഈ CH3COO ഗ്രൂപ്പും ഇവിടെ നിന്ന് ഒരു എച്ചും കൂടെ ചേർന്നിട്ട് CH3COH ആയിട്ട് പുറത്തു പോകും. ഓക്കെ, ബാക്കി അവശേഷിക്കുന്നത് ഇങ്ങനെ NH ഇതുവരെയായി, കൂടെ COCH3 ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്നത് അസറ്റാനിലൈഡ് എന്ന് പറയണം. അപ്പോൾ നമ്മുടെ പുതിയ ചോദ്യം എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ നൈട്രേഷൻ ചെയ്ത സമയത്ത് കിട്ടിയത് മെറ്റയും പാരയുമാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പാരയിൽ മാത്രം നൈട്രോ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇങ്ങനെയാണ്. അനിലിന്റെ കൂടെ ആദ്യത്തെ സ്റ്റെപ്പിൽ അസറ്റിക് അൻഹൈഡ്രേറ്റ് ആഡ് ചെയ്തിട്ട് അസറ്റാനിലൈഡ് ഫോം ചെയ്യണം. ഈ അസറ്റാനിലൈഡിനെ നമ്മൾ നൈട്രേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പാരയിൽ NO2 വരുന്ന പാരാ നൈട്രോ അസറ്റാനിലൈഡ് ആണ്. അതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ HOH ഇത്രയും സ്പ്ലിറ്റ് ചെയ്ത് പോയി ബാക്കി കിട്ടുന്നത് NH2 ഇവിടെ NO2. അതായത് നമ്മൾ ഉദ്ദേശിച്ച പാരാ നൈട്രോ അനിലിനെ നമുക്ക് അവിടെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ അവസാനം സംസാരിച്ചത് എങ്ങനെ പാരാ നൈട്രോ അനിലിൻ മാത്രം ഉണ്ടാക്കാം എന്ന് ചോദിച്ചിട്ട് പറയേണ്ടത്, അനിലിന്റെ കൂടെ അസറ്റിക് ആൻഹൈഡ്രേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ അസറ്റാനിലൈഡ് ഫോം ചെയ്യണം. അതിൽ നൈട്രേഷൻ നടത്തുക, എന്നിട്ട് ആ കോമ്പൗണ്ടിനെ ഹൈഡ്രോളിസിസ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് പാരാ നൈട്രോ അനിലിൻ മാത്രം കിട്ടുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സംസാരിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ആദ്യം സംസാരിച്ച കാര്യം എന്ന് വെച്ചാൽ ഹോഫ്മാൻ കാർബൈലം റിയാക്ഷൻ, അത് പ്രൈമറി എമിറ്റർ ടെസ്റ്റ് ആണ്. പിന്നെ ഐസോസൈനൈഡ്, ഫൗൾ സ്മെല്ലിംഗ് ഗ്യാസ്, അതൊക്കെ അതിനകത്ത് വരും. പിന്നെ അതിനുശേഷം നമ്മൾ പറയുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അനിലിൻ, അതിനകത്ത് നൈട്രേഷന്റെ പ്രത്യേകതയുണ്ട്. അനിലീനിയം കാറ്റയോണിനെ പറ്റി ഓർമ്മിക്കുക. പിന്നെ സൾഫോണേഷൻ, പിന്നെ ബ്രോമിനേഷൻ, പിന്നെ ഫിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടത്താൻ പറ്റുന്നില്ല. ഇത്രയും കാര്യം പറഞ്ഞു. പിന്നെ അടുത്ത് സംസാരിച്ചത് കപ്ലിംഗ് റിയാക്ഷൻ ആണ്. കപ്ലിംഗ് റിയാക്ഷന്റെ പ്രത്യേകത, ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിന്റെ കൂടെ അനിലിൻ ആഡ് ചെയ്യുന്ന സമയത്ത് പാരാ അമിനോ അല്ലെങ്കിൽ 4 അമിനോ അസോബെൻസീൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനോൾ ആഡ് ചെയ്യുന്ന സമയത്ത് 4 ഹൈഡ്രോക്സി അല്ലെങ്കിൽ പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്ക് പാരാ നൈട്രോ അനിലിൻ മാത്രമായിട്ട് ഉണ്ടാക്കാം, അതിനുള്ള സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഓക്കെ, അപ്പൊ നല്ലോണം പഠിക്കാം, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. പരീക്ഷയ്ക്ക് മാക്സിമം നമ്മുടെ കഴിവിന്റെ മാക്സിമം നല്ലോണം പഠിക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ